സ്ഥാപനത്തിന്റെ പേര് ജഹാംഗീർ. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഷൊർണൂർ ഒറ്റപ്പാലം റോഡിലാണ്. നമ്മുടെ അടുത്ത് ഒരു ഇത് പറയുകയാണെങ്കിൽ ഹുണ്ടായി ഷോറൂം KSRTC സ്റ്റാൻഡിന്റെ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. ഒറ്റപ്പാലം ഷൊർണൂർ റോഡ് മെയിൻ റോഡിലാണ് സ്ഥാപനം. ഹോട്ട്സ് സ്പോട്ട് ഫ്രൂട്ട്സ് ഗാർഡൻ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ ഞാന് മുൻപരിചയം എന്ന് പറയണമെങ്കിൽ ഒരു 5-8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ചെടികളായിട്ട്. അപ്പൊ ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. അത്യാവശ്യം മെയിൻ റോഡിലേക്ക് വന്നിട്ട് 3 വർഷം. വീട്ടിൽ നമ്മളിങ്ങനെ വെച്ച് ചെയ്യലുണ്ട്. പിന്നെ ഫാമിംഗ് നടത്തുക ചെയ്യലുണ്ട്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഈ മേഖല തിരയാന്ന് പറയുമ്പോൾ നമുക്കിതിൽ ചെറുപ്പം മുതലേ ഈ ചെടികളിനായിട്ട് കുറച്ച് കമ്പം കൂടുതലാണ്. അപ്പോ പിന്നെ നമുക്കിത് ഈ ഇതിനോട് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് വേണം എല്ലാവർക്കും. എനിക്കതുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. പിന്നെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് വീട്ടുകളിലൊക്കെ വെച്ച് വളർത്തുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആണ് ഇതിൽ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് ഐറ്റംസ് അടക്കം നമ്മുടെ ഒരു 70-75 വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അങ്ങനെ കുറച്ച് വെറൈറ്റികൾ വേറെയുണ്ട്. നമുക്ക് കൂടുതലും ഇവിടെ കായ്ക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ നഴ്സറിയിൽ വിൽപ്പന നടത്തുന്നുള്ളൂ. അതൊരു വിശ്വാസത വേണമല്ലോ നമുക്ക്. ഒരാളെ പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ അടുത്ത് സാധനം വാങ്ങിച്ചിട്ട് പോകുമ്പോൾ അത് കായ്ക്കണം, എന്നാലാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മൾ ഒരു 4-5 വർഷം ചെടിനെ വെച്ച് വളർത്തിയിട്ട് വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ കേരളത്തിൽ ട്രോപ്പിക്കലിൽ കായ്ക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ ഇവിടെ വിൽപ്പന നടത്തുന്നുള്ളൂ. അത് നമ്മൾ നല്ല വിശ്വാസമുള്ള നഴ്സറികളിൽ പോയിട്ട് വേണ്ട മാതിരി ഞാൻ തന്നെ പോയിട്ട് തെരഞ്ഞെടുക്കലാണ്. അതൊക്കെ നമ്മൾ മദർ പ്ലാന്റ് ഒക്കെ കണ്ടിട്ട് അവിടുന്ന് നല്ല വിശ്വാസമുള്ള നഴ്സറി ഉണ്ട്, ഹോൾസെയിൽ നഴ്സറി. അവിടെ പോയിട്ട് ഞാൻ തന്നെ പോയിട്ട് തെരഞ്ഞെടുത്തിട്ട് വരും. ഓർഡർ കൊടുക്കുക, അയച്ചു തരിക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പോയി തെരഞ്ഞെടുക്കലാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ചെടി, ആരോഗ്യമുള്ള ചെടികൾ അത് നമ്മൾ നോക്കി തെരഞ്ഞെടുക്കും. എന്നിട്ട് ഇവിടെ കൊണ്ട് വിൽപ്പന നടത്തും. അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ വിളിക്കുകയും ചെയ്യാം. സംശയമുള്ള ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഇപ്പൊ നിലവിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ ഭാഗത്ത് വെച്ചിട്ട് കായ്ക്കാത്തതിനെ കുറിച്ചിട്ട്, കായ്പ്പിക്കേണ്ട രീതിയെ കുറിച്ചിട്ട്, ഇതെങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള രീതിയെ കുറിച്ചിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കലുണ്ട്. ഇപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇനി അത് തുറന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മളൊരു ചെടി കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഏറ്റവും സെറ്റ് വരെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വെച്ചു കൊടുക്കും ചെയ്യും. ഒരു വീട് മറ്റേ കുറച്ച് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അവർക്ക് അവിടെ പോയി ഞാൻ തന്നെ പോയി അളവെടുത്ത് അതിന്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഫാമിംഗ് ചെയ്ത് കൊടുക്കും. ബീഹാർ നമ്മുടെ മെയിൻ പണിക്കാരനാണ് ആള്. എല്ലാ ചെടികളും വെച്ചു കൊടുക്കാൻ പുള്ളിനെയാണ് വിടുക. കറക്റ്റായിട്ട് അതിന്റെ സ്പേസ് അളവെടുത്ത് അതിന് കുഴികളൊക്കെ ഇട്ട് വളർത്തിട്ട് കൊടുത്ത് ചെടി വെച്ചു കൊടുത്തിട്ട് വരും. വേറെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനോട് അനുബന്ധിച്ചിട്ട് വളമുണ്ട്, ഡ്രം സെറ്റ് ചെയ്ത് കൊടുക്കും. ടെറസിന്റെ മേലെ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള ഡ്രമ്മുകളുണ്ട്, മറ്റേ ഇതിനുള്ള വളങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് അതേമാതിരത്തെ വലിയ വലിയ പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് ധൈര്യത്തിൽ കൊണ്ടുപോയി വെക്കാം വീട്ടുകളിൽ. കാരണം അത് നശിച്ചു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അതിന്റെ മെജോറിറ്റി ആയ പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതൽ വലിയ വലിയ പ്ലാന്റുകളാണ് കൂടുതലുള്ളത്. പിന്നെ ചെറുത് ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി വളരെ കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്കിത് ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇതില് പിന്നെ എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കാം. ഈ പഴത്തിന്റെ പ്രത്യേകത അതാണ് മിറാക്കിൾ. അല്ലാതെ ഇതിന് വലിയ ടേസ്റ്റൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊരു ഓർണമെന്റ് പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റുന്ന ചെടിയാണ്. വെക്കാൻ നിറയെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ്. ഇതൊക്കെ നിറയെ ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ കായകളുണ്ടാവും. ഈ കായന്റെ ഇതാണ് കായ, ഇതാണ് കായ്. ഈ പഴം കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് പുളിയുള്ള വസ്തു കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഒരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് വെക്കാം. കാരണം ഇതിൽ ലീഫിന്റെ കളർ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ലീഫാണ്. ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിലെ മിൽക്ക് ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര്. അത്യാവശ്യം കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്, നല്ല ഒരു ടേസ്റ്റ് ഉള്ളതാണ്. ഇതിന്റെ പേരാണ് ലോങ്ങൻ. ലോങ്ങൻ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ ഒരുപാട് വെറൈറ്റി ലോങ്ങൻസ് ഉണ്ട്. ഇതിന്റെ ലോങ്ങനിലെ ഏറ്റവും ഓർഡിനറി ആണ്. എന്ന് വെച്ചാൽ ഡയമണ്ട് റിവർ പറയും. കഴിക്കണമെങ്കിൽ 4-5 വർഷം കഴിയും. സാധാരണ നമുക്ക് ഫാമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്ലാക്ക് ലീഫ്, വൈറ്റ് ലോങ്ങൻ, 4 സീസണൊക്കെ വെക്കാം. ഇത് സാധാരണ നമുക്ക് വിലക്കുറവായിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ചെടിയാണ് ഈ ലോങ്ങൻ. നമ്മൾ വലിയ പ്രൊമോട്ട് ചെയ്യില്ല ഈ ഇത് വെക്കാൻ. ഇത് കശുമാവ് നമ്മൾ സാധാരണ വംശനാശം വന്നു പോയ സാധനമാണ് നാട്ടിലൊക്കെ. ഇതൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയത് ഹൈബ്രിഡാണ്, നല്ല ഗ്രാഫ്റ്റ് ചെയ്യാണ്. ചെറുതിൽ തന്നെ കഴിക്കാൻ തുടങ്ങും. ഇത് മൾബറി, ബ്രസീലിയൻ മൾബറി. നല്ല ലോങ് ടൈപ്പാണ്, നല്ല മധുരമാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് ഷെയ്ഡ് വരും. ഇതൊക്കെ ഒരു 6 മാസം നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുത്ത 6 മാസത്തിനുള്ളിൽ അടുത്ത സെക്ഷൻ
കായോട് കൂടിയിട്ടാണ് വരിക. ഇതിന് വലിയ ടൈമൊന്നും വേണ്ട. ഈ കവറൊന്നും മാറ്റിയിട്ട് മണ്ണിൽ വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്ത് ബ്രാഞ്ചിൽ വരുമ്പോൾ കായ്കളോട് കൂടിയിട്ടാണ് വരിക. റൊളീനിയ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ സീതപ്പഴമാണ്. സീതപ്പഴത്തിൽ ബെസ്റ്റ് സീതപ്പഴമാണ് റൊളീനിയ. ഒരു 1/2 കിലോ വരെ വെയിറ്റ് വരും ഈ പഴത്തിന്. മറ്റേ നമ്മുടെ മുള്ളാത്തൻ്റെ ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റും ഗുണവും ഉള്ള സാധനമാണ് റൊളീനിയ. ഇതാണ് മുള്ളാത്ത. ക്യാൻസറിനൊക്കെ ബെസ്റ്റ് സാധനമാണെന്ന് പറയുന്നത്. ഈ മുള്ളൻ ചക്ക, മുള്ളാത്ത എന്നൊക്കെ പറയും. സീതപ്പഴ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് മട്ടോവ. മട്ടോവയാണ്. മട്ടോവയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മട്ടോവ സൂപ്പർ ടേസ്റ്റാണ് പഴം. അത് നമുക്ക് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞവർക്ക് അതിനെക്കുറിച്ച് അനുഭവം അറിയാം. അത്രയും ടേസ്റ്റും മധുരമുള്ള ഒരു പഴമാണ് മട്ടോവ. വലിയ പരിചരണമൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ വെച്ച വളർന്നു കഴിഞ്ഞാൽ തന്നാലും ഉണ്ടായിക്കോളും. നമുക്ക് സാധാരണ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കേണ്ട പരിചരണമൊന്നും ഇതിന് വേണ്ട. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ പറയും. വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വലിച്ച് കഴിക്കാൻ പറ്റിയ പഴമാണ് ഇതിൽ വരിക. ആപ്പിളിന്റെ രൂപത്തിൽ ചെറിയ ചെറിയ പഴങ്ങളായിരിക്കും, ചുവപ്പ് കളർ. ഈ ചെറിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വലിച്ച് കഴിക്കാം. ഇതൊരു സ്വീറ്റാണ് പറയുന്നത്. പക്ഷെ സ്വീറ്റ് അങ്ങനെ സ്വീറ്റൊന്നുമില്ല. പക്ഷേ എരിവും മറ്റേ പുളിയും ചവർപ്പും ഒക്കെ പാടുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് പറ്റില്ല. ഞാവൽ, ബ്ലാക്ക് ഞാവൽ. ഇതിന്റെ വൈറ്റ് ഞാവൽ വേറെ ഉണ്ട്. ബറാബ നിറയെ കായ പിടിക്കുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. ഇത് പുളിമധുരാണ്. നമ്മുടെ ഈ ജ്യൂസ് മുതിലേക്ക് കഴിക്കുന്ന ഫ്രഷാണ് ഇതിന്റെ ഉള്ളത് കിട്ടുക. മഞ്ഞ കളറിലായിരിക്കും പഴം ഉണ്ടാകുക. നല്ല ഒരു അത്യാവശ്യം നല്ല രസമുള്ള പഴമാണ്. കുട്ടികൾക്കും പെണ്ണിനും സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിന്റെ ഫ്രൂട്ട്. ഇത് നമ്മുടെ ചിക്കു. ഇതൊക്കെ കാഴ്ച നിറയെ കാഴ്ച നിൽക്കുന്നതാണ്. ഇത് സപ്പോർട്ട. നമ്മുടെ 2-3 ഐറ്റം സപ്പോർട്ട് ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് കലാപതി സപ്പോർട്ട പറയും. അതാണ് കാഴ്ച നിൽക്കുന്നത്. ഇത് തായ് ജംബോ സപ്പോർട്ട പറയും. നല്ല വലിയ വലിയ പഴമാണ് ഇതിലുണ്ടാവുക. അതിന് ജംബോ പറയണത്. ഇതാണ് ബനാന, ലോങ് ടൈപ്പ്. ഇതിനൊക്കെ കായ് പിടിച്ചതാണിതാ. പിന്നെ കായ് പിടിച്ചു വരാനുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഏകദേശമൊക്കെ മെജോറിറ്റി ആയ പ്ലാന്റാണ്. ചെറിയ ചെറിയ പ്ലാന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇല്ല. ഇത് വൈറ്റ് ഞാവല് ഇതേമാതിരി ഉണ്ടാവും കളർ. ഇത് പ്ലാവ്, വിയറ്റ്നാം സൂപ്പർ ഏർലി പറയും. നമ്മളൊരു വർഷത്തിലൊരു 3 തവണ ചക്ക കഴിക്കുന്നതാണ്. ഇതൊരു 6 മാസം നോക്കിയാൽ മതി. ഈ പ്രായത്തിലുള്ള പ്ലാന്റിൽ 6 മാസം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചക്ക കിട്ടും. ഇതിന്റെ ചെറുതുണ്ട്, ഇതിനേക്കാളും വലുതുണ്ട് പ്ലാന്റുകൾ. അത് ചെറുത് ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം അത് നമുക്ക് ലൈഫ് നോക്കണം പ്ലാന്റുകളിൽ. ഇത് കംപ്ലീറ്റ് മാവാണ്. മാവുകളിൽ നമ്മുടെ കയ്യിൽ ബനാന ഉണ്ട്, കാറ്റിമോൺ ഉണ്ട്, റെഡ് ഐവറി ഉണ്ട്, കിങ് ഓഫ് ചക്കപ്പാത്ത്, നാംഡോക്കുമൈ, മിയാസാക്കി, കൊളമ്പ്, മല്ലിക, പിന്നെ കച്ചാമിട്ട, ബാരി ലെവൻ, സിന്ദൂരം, മൂവാണ്ടൻ, RPE2, മറ്റേ ബംഗനംപല്ലി, ഹിമാപസന്ത്, കാലാപ്പാടി, കൊളമ്പ്, തോത്താപ്പുരി, അങ്ങനെ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട്. മൾബറി, മറ്റേ പൾമർ, നാസിക് പസന്ത്, കൊട്ടുർക്കോണം, നീലം, മൽഗോവ, അങ്ങനെ ഒരുപാട് മാവുകളുണ്ട്. മാവുകളിൽ ചെറിയ ചെടിയുണ്ട്, വലിയ വലിയ മരങ്ങളുണ്ട്. കണ്ടില്ലേ, വലിയൊരു മരങ്ങളാണ്. ഇതൊക്കെ കായ്ച്ചതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം, ഈ ഇപ്രാവശ്യം ഇത് കായ്ക്കാനുള്ളതാണ്. ഈ പ്രാവശ്യം ഡിസംബറോട് കൂടി ഇതാ കായ്ച്ചത്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ കായ്ച്ചതാണ്. ഇത് കായ്ക്കാനായ സാധനമാണ് കേട്ടോ. ബനാനിന്റെ ആണ്. ബനാനിന്റെ വലിയ മാവാണ് ഇത്. കോട്ടൂർക്കോണം പറയും, ഏറ്റവും വലുതാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ച സാധനങ്ങൾ. ഇത് തായ്ലാൻഡ് ഓൾ സീസണാണ്. ഇതൊക്കെ വലിയൊരു മരമാണ് കണ്ടോ. ഇതൊക്കെ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ സാധനമാണ്. ഇത് മൽഗോവ. ഇതൊക്കെ നമുക്ക് എല്ലാതും ടെറസിന്റെ മേലെ വെക്കാം. ഏത് സാധനവും ഡ്രമ്മിലും സെറ്റ് ചെയ്ത് വെക്കാം. ഈ ചെയ്യുന്ന രീതി കൂടി നമ്മൾ ടെറസിന്റെ മേലെ ചെയ്യുമ്പോഴും നിലത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു 3 തരത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാർഡനിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എയർപോണിയം പോട്ടിലാണ് സെറ്റിങ്സ്. എയർപോണിയം പോട്ടിൽ ചെടികളിലൊക്കെ നന്നായി വളർച്ച കിട്ടുന്ന സാധനം. ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത്. ചെറിയ പോട്ടിലാണ് ഈ ചെടി നിൽക്കുന്നത്. അതേമാതിരി തന്നെ ഈ ചെറിയൊരു പോട്ടിലാണ് ഇതിപ്പോൾ കാഴ്ച നിൽക്കുന്നത്. സപ്പോർട്ടുകളൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്.
ഇതൊക്കെ ഈ പോട്ടിന്റെ പ്രത്യേകതയാണ്. എയർപോണിയം പോട്ടിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിൽ വെക്കണ മാതിരി റൂട്ടുകളൊന്നും അറിയില്ല ഇതിന്. മെയിൻ റൂട്ടുകളൊക്കെ ഈ എയറോസ് ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് സ്റ്റെക്കായിട്ട് പുതിയ പുതിയ റൂട്ടുകൾ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇത് കംപ്ലീറ്റ് ഫ്ലവർ ചെയ്ത് ഒരിക്കൽ നമ്മൾ ഈൽഡ് എടുത്തതാണ് ഇതിന്. ഇത് ബേറാപ്പിളാണ്, നിറയെ ഫ്ലവർ ചെയ്ത് നിൽക്കണം. ഈ എയർപോണിയം പോട്ടിന്റെ പ്രത്യേകത ചെറിയ ചട്ടിയിൽ തന്നെ നമുക്ക് വലിയ വലിയ മരങ്ങളെ വെച്ചുപിടിപ്പിക്കാം. അതാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ സാധനം. ഇനിയിപ്പോൾ കായ്ച്ചത് കാണണമെങ്കിൽ കണ്ടോ, നോക്ക് എത്ര ചെറിയ ചെടിയാണ് നോക്ക്. ഇതാ വേണ്ട, അതേ കുറ്റിക്കുരുമുളകാണിത്, പുഷ്പപ്പർ പറയും. ഇത് നമ്മളൊരു ചെറിയ ചെടി ഈ എയർപോണിയം പോട്ടിൽ വെച്ചതാണ്. ഇതിൽ കാഴ്ച നിൽക്കുന്നുണ്ട് കുരുമുളക്. ഇത് ആദ്യത്തെ കാഴ്ചതാണ് കേട്ടോ. ഇത് ഈ സൈഡിലൊക്കെ ഉണ്ട്, ഇവിടൊക്കെ ഉണ്ട് കുരുമുളക്. ഇത് ഓൾ സീസൺ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ 2-3 ചെടി ഉണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ കുരുമുളക് ഇതിൽ നിന്ന് കിട്ടും. ഇതേമാതിരി ഒരു 3 ചെടി വെച്ച് കൊടുത്താൽ മതി ഒരു വീട്ടിൽ. ചട്ടിയിലൊക്കെ കണ്ടില്ല നിറയെ കാഴ്ച നിൽക്കണം, ഒരുപാട് കായകളുണ്ട്. ചെടിയിൽ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട്. സ്വീറ്റ് ലോബി. ഈ ചട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സൈസ് എന്ന് പറയുന്നത് ഇഞ്ച് കണക്കല്ല, ലിറ്റർ കണക്കാണ്. ലിറ്റർ കണക്ക് എന്ന് പറയുമ്പോൾ 7 ലിറ്റർ, 9 ലിറ്റർ, 11 ലിറ്റർ, 28 ലിറ്റർ, 15 ലിറ്റർ, പിന്നെ 38 ലിറ്റർ, 45 ലിറ്റർ, 50 ലിറ്റർ, 110 ലിറ്റർ, ഇങ്ങനെ വരിക. അപ്പൊ നമ്മുടെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന മാത്രമുള്ള സാധനങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 11 ലിറ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 28 ലിറ്റർ, പിന്നെ 38 ലിറ്റർ, 50 ലിറ്റർ, 110 ലിറ്റർ. നമ്മുടെ ചെടികൾ വെക്കാൻ പറ്റിയ ആ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇറക്കിയുള്ളൂ. ഒരു ഡെമോനെ മാത്രം വെച്ചതല്ല, ആവശ്യക്കാരെ നമ്മുടെ നഴ്സറിയിൽ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ പരിചരണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം വളം കൊടുത്താൽ മതി. പിന്നെ കായ്ക്കുന്നതിനനുസരിച്ച് അവർക്ക് പ്ലാവില് നമ്മളിൽ ഒരു 4-5 ഐറ്റം പ്ലാവ് ഉണ്ട്. JP3 ഉണ്ട്, സീഡ്ലെസ് ഉണ്ട്, തെങ്സൂര്യ ഉണ്ട്, റെഡ് ജാക്ക്, പിന്നെ വിയറ്റ്നാം സൂപ്പർ 4 ഐറ്റം പ്ലാവുകളുണ്ട്. ഇത് തായ്ലാൻഡ് ഓൾ സീസൺ മാവുകളാണ്, എപ്പോഴും മാങ്ങ ഉണ്ടാകുന്നത്. മാങ്ങന്റെ ക്വാളിറ്റി ഇപ്പൊ തന്നെ പറയാ, ക്വാളിറ്റി ഒന്നും വലിയ ഗുണമില്ല, എങ്കിലും നമുക്ക് മാങ്ങ പച്ചമാങ്ങക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. വീട്ടിൽ വെച്ചാൽ കുള്ള മാവിൽ തന്നെ കായ്ച്ചുകൊണ്ടിരിക്കും. റെയിൻ ഫോറസ്റ്റ് പ്ലം, മഴക്കാലത്ത് മാത്രം ധാരാളം പ്ലംസ് ഉണ്ടാവും നമ്മുടെ കായിൽ. നമുക്ക് ഇത് മേലക്കൂടെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വേനൽക്കാലത്തും ഉണ്ടാവും. നമ്മുടെ ട്രോപ്പിക്കലിൽ കായ്ക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ബട്ടർ ഫ്രൂട്ട്. ഇത് ട്രോപ്പിക്കലിൽ കായ്ക്കുന്ന ബട്ടർ ഫ്രൂട്ടാണ്. എന്ന് വെച്ചാൽ ആദ്യമൊന്നും നമ്മളിവിടെ കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ടർ ഫ്രൂട്ട്. ഇതിപ്പോഴാണ് നമ്മൾ കൂടെ ട്രോപ്പിക്കലിൽ കായ്ക്കുന്ന ബട്ടർ ഫ്രൂട്ടുകൾ ഇറങ്ങാൻ തുടങ്ങിയത്. പിന്നെ ഇത് മുസമ്പി, ഇന്ത്യൻ മുസമ്പി പറയും. പച്ച തന്നെ മധുരം ഉണ്ടാകുന്നതാണ്. കായ്ച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തിൻ്റെ അവിടെ നിന്നിട്ട് പിന്നെ മധുരം തോന്നും ഈ സാധനം. ഇതൊക്കെ നമ്മളോട് ഉണ്ടായ സാധനങ്ങളാണ് കേട്ടോ. മധുരം കൂടിയ ഓറഞ്ച് എന്നാണ് പറയുന്നത്. ഡെക്കോപോൺ ഓറഞ്ച്, ഇത് കമല ഓറഞ്ച്, അത് സീഡ്ലെസ് ലെമൺ. അങ്ങനെ ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ. ഇതാണ് കേട്ടോ അബിയു. അബിയു പറയണത് ഒരു അത്ഭുത ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. കാരണം വിപണിയിൽ നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമുള്ള സാധനമാണ്. ഇരിപ്പ് താങ്ങാത്ത പഴമാണ്. അതുകൊണ്ട് വിപണിയിൽ വരാൻ ചാൻസ് ഇല്ല, വളരെ കുറവാണ് ചാൻസ്. ഇതൊക്കെ ഒരൊറ്റ വർഷം കൊണ്ട് നമുക്കത് കാഴ്ച കിട്ടും. അബിയു കരിക്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്ന ടേസ്റ്റാണ്. മൂത്ത് പഴുത്തിട്ട് ഇതിന് വലിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇരിക്കൂല, അതുകൊണ്ട് വിപണിയിലേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. നിറയെ കാഴ്ച കിട്ടും നമുക്ക്. അതൊക്കെ ഒരു 10-12 അടിയായ വലിയ വലിയ പ്ലാന്റുകളാണ് അബിയുണ്ട്. അതൊക്കെ വീട്ടിൽ നമുക്ക് നിർബന്ധമായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റുകളാണ്. നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അബിയൊക്കെ. കഥ അടിപൊളി ചെയ്യാണ്. ഒരൊറ്റ കൊല്ലം നോക്കിയാൽ മതി കായ്ക്കാൻ. കഴിഞ്ഞാൽ 1 കൊല്ലം കൂടി ഇത് കായ്ക്കും. അതേ സ്ഥാനത്ത് നിലത്താണെങ്കിൽ 2 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഒന്നും കൂടി മെജോറിറ്റി അതിന് ശേഷം കായ്ക്കോളും. എല്ലാവരും പറയും നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കായുണ്ട്, വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കായ്ക്കണില്ല എന്ന്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നഴ്സറിയിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു കവറിലാണ്. ആ കവറിൽ നിന്ന് കഴിയുമ്പോൾ ഇവർ പെട്ടെന്ന് കായ്ക്കണം. കവറിൽ നിന്ന് നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്വാതന്ത്ര്യം കൂടും. സ്വാതന്ത്ര്യം കൂടുമ്പോൾ എന്താണ്, ഒന്നും കൂടി മെജോറിറ്റി ആയതിന് ശേഷമാണ് കായ്ക്കോളും. അപ്പൊ 2-3 വർഷം എടുക്കും. നമ്മുടെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് പോകുമ്പോൾ കായ ഉണ്ടെങ്കിലും പിന്നെ അവർക്ക് വീട്ടിൽ വെച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെടിയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാലും കായ്ക്കില്ല. ഒറിജിനൽ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് വിശ്വാസപ്പെട്ട നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുക. പിന്നെ നല്ല നല്ല കരുത്തുള്ള ചെടികൾ, വില നോക്കാതെ ആരോഗ്യമുള്ള ചെടികൾ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് വീട്ടിൽ വെച്ച് വളർത്തുക.
നമുക്ക് മറ്റേ പണിയെടുത്തതിനുള്ള മുതൽ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് കിട്ടും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്യാൻ നമ്മൾ റെഡിമെയ്ഡായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോകാം. ഇനിയിപ്പോൾ നോക്കോ, ചില ആൾക്കാർക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് ഇടണം, മേലെ ഫ്രെയിം കെട്ടി കൊടുക്കണം. ഇതൊക്കെ വലിയ പ്രയാസമാണ്. അപ്പം നമ്മൾ തന്നെ കാട്ടണമെന്നറിയോ, അതിന് PVC പൈപ്പ് ഇട്ട് അതിന് മേലെ ഫ്രെയിം അടിച്ച് അടിയിൽ തന്നെ ചട്ടിയിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതാ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ തൂക്കി കൊണ്ടുപോകാം. മരമുന്തി നമുക്ക് ഇത് സീഡോട് കൂടി ഇത് കഴിക്കാം. റംബൂട്ടാൻ സീഡ് കഴിക്കാൻ പാടില്ല. റംബൂട്ടാനൊക്കെ ഡബിൾ മധുരമാണ് ഈ സാധനത്തിൽ. ഒരു സാധനം മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട്ടുകളിൽ എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും നമ്മൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ്. ഈ വെച്ച് കൊടുക്കുന്നത് മാത്രം പോരാ, അതിനെ നന്നായി പരിചരിക്കണം. പരിചരണം കൊടുത്താലാണ് അവർ തിരിച്ച് നമുക്ക് ഫലങ്ങൾ തരുള്ളൂ. ഒന്ന് പരിചരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പരിചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ടൈമിങ്ങിന് വളം കൊടുക്കുക, ടൈമിങ്ങിന് വെള്ളം കൊടുക്കുക, അതിന് മരുന്നടിച്ചു കൊടുക്കുക. ഫംഗിസൈഡ് വരുമ്പോൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. ഡെയിലി നമ്മളൊന്ന് പോയി നോക്കും ഇവരിനെ. അത് നമ്മുടെ മക്കളുടെ മാതിരിയാണ്. ജീവനുള്ള സാധനങ്ങളൊന്നും ഇവര് നമുക്ക് പോയി നോക്കുക. നമുക്ക് മനസ്സിന് ഒരു കുളിർമയാണ്, അവർക്കൊരു സന്തോഷമാണ്. എളുപ്പം കായ്ച്ചു തരും. നമ്മൾ അങ്ങോട്ട് അവരുടെ എത്ര നമ്മൾ സമ്പർക്കം പുലർത്തണം, അതേമാതിരി അവർ തിരിച്ച് നമുക്ക് ഫലങ്ങൾ തരും. അതൊരു വിശ്വാസമുള്ള കാര്യമാണ്. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. കാരണം പിന്നെ ഇത് വെക്കേണ്ട രീതികൾ, നമ്മൾ കൃഷി ചെയ്യേണ്ട രീതി, ഇതിനെ പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ടൈമൊന്നുമില്ല. വെള്ള സൗകര്യമുള്ള ആൾക്കാർക്ക് എപ്പോഴും വേണമെങ്കിലും വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് വെക്കാൻ പാടില്ല. നീർവാഴ്ചയുള്ള ഭൂമിയായിരിക്കണം. പിന്നെ പറഞ്ഞാൽ ഇത് 3 തരത്തിൽ നമുക്ക് കൃഷി ചെയ്യാം. എങ്ങനെയാണോ, ഒരു ചെടി അങ്ങോട്ട് വെക്കുക, അതിനങ്ങനെ വേണമെങ്കിലും വിടാം. ഇതിലുണ്ടാകുന്ന ഫലങ്ങൾ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് കാർഷിക രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫാമിംഗ് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിനൊക്കെ പ്രത്യേകതയായിട്ടാണ് അൾട്രാ ഡെൻസിറ്റി പറഞ്ഞ ഇതുണ്ട്. എന്ന് വെച്ചാൽ പ്രൂണിങ് സിസ്റ്റം. അത് നമുക്ക് 6 അടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഈ മാവിനെ റംബൂട്ടാനൊക്കെ വെച്ച് വളർത്താം. കാരണം പ്രൂണിങ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെറുതാക്കി നിർത്തുക മരങ്ങൾ. ഒരു മരം വെക്കുന്നിടത്ത് 10 മരം വെക്കാം. സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മരം വെച്ചാൽ അതിന്റെ അടിയിൽ താഴെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രൂണിങ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ ഒരു മരം വെക്കുന്നിടത്ത് 10 മരം വെക്കാം. ഈ മാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 മാവ് വെച്ച് കഴിഞ്ഞാൽ 10 വെറൈറ്റി വെക്കാം. ഒരു വലിയൊരു മാവിൽ നിന്ന് കിട്ടുന്ന ഫലം ഈ 10 എണ്ണത്തിൽ നിന്ന് നമുക്ക് ആരുടെയും പരിചരണം ആവശ്യമില്ലാതെ, ഹെൽപ്പ് ആവശ്യമില്ലാതെ നമുക്ക് ഇരുന്ന് മാങ്ങ വലിക്കുന്ന രീതി നമുക്ക് ചെയ്യാം. അതാണ്. പിന്നെ നമുക്ക് കൊടുക്കേണ്ട വളങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വളങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ആവശ്യമുള്ളത് മാത്രം കറക്റ്റ് ടൈമിനും കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് സംസാരിക്കുക, ചോദിക്കുക. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എനിക്ക് എന്താകുള്ളത്, നമ്മൾ കഴിഞ്ഞില്ലേ, പ്രായമായില്ലേ, ഇനി ഇവരിനോട് കൂടി ഇങ്ങനെ ജീവിക്കുക. കഴിവിന്റെ അത്രയും ആൾക്കാർക്ക് വേണ്ടി ഇത് വെക്കാൻ പറയുക. ഏത് നമ്മൾ മരിച്ചു പോയാലും നമ്മൾ സംസാരിക്കണം, ആൾക്കാർ പറയണം ഇത് ഇന്നാളോടൊന്ന് വാങ്ങിയതാണെന്നുള്ളത്. അത്രയ്ക്ക് തന്നെ ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോൾ വലിയൊരു ഉയർന്ന നിലക്കെത്തിക്കേണ്ട ആവശ്യമൊന്നും ആഗ്രഹമൊന്നുമില്ല. ഇവരിനായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. എല്ലാ ആൾക്കാരുടെ വീട്ടുകളിലും ഇതൊന്ന് വെക്കാനേ ശ്രമിക്കാൻ പറയുക. അത്രേ ഉള്ളൂ. അവർക്ക് കൊടുക്കേണ്ട ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓരോരോ വീട്ടുകളിലും നമ്മൾ വെച്ച് പിടിപ്പിക്കണം. ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുക. ആവശ്യമില്ലാത്ത ചെടികളൊന്നും കുറച്ചൊക്കെ ഒഴിവാക്കുക. അലങ്കാര ചെടികൾ വേണ്ടെന്ന് പറയുന്നില്ല. എല്ലാത്ത ഭാഗങ്ങളിൽ ഇന്ന് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയമായിട്ടുള്ള പല സംവിധാനങ്ങളുണ്ട്. ഡ്രമ്മിൽ സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തേപ്പൂണിയും പോട്ടിൽ സെറ്റ് ചെയ്യുക. അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ഥലമുള്ള ആൾക്കാർക്ക് അങ്ങനെ രീതിയിൽ ചെയ്യാനും പറ്റും. ഇതിന് വേണ്ട എല്ലാ വളം ഓർഗാനിക്കായിട്ട് നമ്മുടെ ഉള്ളൂ. രാസവളങ്ങളില്ല. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചകിരിച്ചോറ്, മണ്ണിര കമ്പോസ്റ്റ്, ആട്ടുംകാട്ടം, അങ്ങനെ പല വളങ്ങളും ഉണ്ട്. പിന്നെ അതിന് വേണ്ട വേപ്പെണ്ണ ലായനി. ലൊക്കേഷൻ നിൽക്കുന്നത് നമ്മൾ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡ്, KSRTCന്റെ അവിടെ ഒരു 4 കിലോമീറ്റർ അടുത്ത് നമ്മുടെ കടന്റെ അടുത്ത് ഹുണ്ടായി ഷോറൂം ഉണ്ട്. സ്ഥലത്തിന്റെ ബസ് സ്റ്റോപ്പിന്റെ പേര് 2 മൈൽ പറയും.